അല്ല രാജുവേട്ട, എന്തു പറ്റി? അത് മീനാജി, വീണ്ടും ക്യാഷ് തീർന്നുപോയി. പേയ്മെന്റ് ഇപ്പോഴും പെൻഡിംഗ് ആണ്. ഇത്തിരി കൂടി കാശുണ്ടായിരുന്നെങ്കിൽ ജോലി മുടങ്ങില്ലായിരുന്നു. അതിനെന്തിനാ രാജുവേട്ട ടെൻഷൻ അടിക്കുന്നത്? PM സ്വനിധി ക്രെഡിറ്റ് കാർഡില്ലേ? എന്തിനാ തമാശ പറയുന്നത്? ഞങ്ങളെപ്പോലുള്ള തെരുവ് കച്ചവടക്കാർക്ക് എവിടുന്ന് കിട്ടും ക്രെഡിറ്റ് കാർഡ്? കിട്ടും, ഞാൻ പറഞ്ഞു തരാം. ഈ PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് സ്പെഷ്യലി തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഇതൊരു UPI ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡാണ്. ഇതിലൂടെ നിങ്ങൾക്കും നിങ്ങളെപ്പോലുള്ള തെരുവ് കച്ചവടക്കാർക്കും 30,000 രൂപ വരെ റിവോൾവിംഗ് ക്രെഡിറ്റ് കിട്ടും. 30,000-മോ? ഈ കാർഡ് എങ്ങനെ കിട്ടും? സിമ്പിളാണ്. ഏതൊരു തെരുവ് കച്ചവടക്കാരനും അയാളുടെ PM സ്വനിധി ലോണിന്റെ രണ്ടാമത്തെ ലോൺ റീപേ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ബാങ്ക് അവർക്ക് ഈ കാർഡ് ഇഷ്യൂ ചെയ്യും. പക്ഷേ നിർബന്ധമായും പാൻ കാർഡ് വേണം. KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടൻ കാർഡ് നിങ്ങളുടെ കയ്യിലെത്തും. അപ്പോ കാർഡ് കിട്ടിയാൽ ഉടൻ തന്നെ കച്ചവടക്കാർക്ക് ഇത് ഉപയോഗിക്കാനും പറ്റുമോ? ആ, കാർഡ് കിട്ടിയാൽ ഉടൻ തന്നെ ആക്ടിവേറ്റ് ചെയ്യണം. 30 ദിവസത്തിനകം ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി ഒന്നുകിൽ കസ്റ്റമർ കെയറിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനിൽ പിൻ സെറ്റപ്പ് ചെയ്യുക. അല്ല മീനാജി, ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഗുണമെന്താണ്? ഒരുപാട് ഗുണങ്ങളുണ്ട്. ഡെയിലി ബിസിനസ് നടത്താൻ ഈസി ആയിരിക്കും. ഏത് UPI ആപ്പിലൂടെയും പേയ്മെന്റ് ചെയ്യാം. എവിടെയും എപ്പോഴും എല്ലാത്തിലും പറ്റും. 20 മുതൽ 50 ദിവസം വരെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ആണ്. ഇന്ന് ഉപയോഗിക്കൂ, എന്നിട്ട് ഒരു പലിശയും കൂടാതെ പിന്നീട് തിരിച്ചടയ്ക്കുക. കാർഡ് നിങ്ങൾക്ക് നൽകുന്നു ലൈഫ് ടൈം ഫ്രീ ആയി. ഒരു ആനുവൽ ഫീസും ഇല്ല, ഒരു ജോയിനിങ് ഫീസും ഇല്ല. കൊള്ളാം. പക്ഷേ ഇതിന്റെ ലിമിറ്റ് എത്രയാ? ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും? തുടക്കത്തിൽ ഇതിന്റെ ലിമിറ്റ് 10,000 രൂപയാണ്. പക്ഷേ വെൻഡർ സമയത്ത് പേയ്മെന്റ് ചെയ്താൽ ഈ ലിമിറ്റ് വർദ്ധിച്ച് 30,000 രൂപയാകും. ATMൽ നിന്ന് പണം എടുക്കാനായി ഈ കാർഡ് ഉപയോഗിക്കാനാകില്ല. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് UPI പേയ്മെന്റ് ചെയ്യാം. മനസ്സിലായി. ഇതിന്റെ ബില്ല് എപ്പോഴാ വരുന്നത്? എപ്പോഴാണ് ഇത് അടയ്ക്കേണ്ടത്? ബിൽ എല്ലാ മാസവും 1-ാം തീയതി ജനറേറ്റ് ആകും. 21-ാം തീയതി അടയ്ക്കുകയും വേണം. ബാങ്ക് നിങ്ങൾക്ക് SMS അല്ലെങ്കിൽ ഇമെയിൽ വഴി ടോട്ടൽ ഡ്യൂ, മിനിമം ഡ്യൂ, ഡ്യൂ ഡേറ്റ് എന്നിവയെല്ലാം നൽകുന്നതാണ്. അപ്പോ ഇതിന്റെ പേയ്മെന്റ് എങ്ങനെയാ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഓട്ടോ പേയും ചെയ്യാം. ഇതുവഴി നിങ്ങളുടെ ബാങ്കിൽ നിന്ന് 21-ാം തീയതിക്ക് മുൻപ് തന്നെ പണം സ്വയം കട്ടായിക്കൊള്ളും. ഒരു എക്സ്ട്രാ ഫീസും വരില്ല. പക്ഷെ ഓർക്കുക, പേയ്മെന്റ് ഡേറ്റിന് മുൻപ് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ പണമുണ്ടായിരിക്കണം. മനസ്സിലായി. മീനാജി, അഥവാ പേയ്മെന്റ് 21-ാം തീയതി കഴിഞ്ഞ് 1-2 ദിവസം ലേറ്റ് ആയാലോ? ഒരു ദിവസം താമസിച്ചാൽ പോലും ലേറ്റ് ഫീസും പലിശയും ഈടാക്കും. അതിലും വലിയ കാര്യം, ഇതിലൂടെ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി മോശമാകും. അത് കാരണം ലോൺ കിട്ടാനും ബുദ്ധിമുട്ടുണ്ടാകും. ഭാവിയിൽ നിങ്ങൾക്ക് ലിമിറ്റ് കൂട്ടുന്നതിലും ബുദ്ധിമുട്ടുണ്ടായേക്കാം. മനസ്സിലായി. സമയത്ത് പേയ്മെന്റ് അടയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ആരെങ്കിലും നിങ്ങളെ ഫോൺ ചെയ്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവർക്ക് നിങ്ങൾ ക്രെഡിറ്റ് കാർഡിനെ സംബന്ധിച്ച ഒരു വിവരങ്ങളും കൊടുക്കരുത്. അത്തരം തട്ടിപ്പുകാരെ സൂക്ഷിച്ചുകൊള്ളണം. നിങ്ങളുടെ കാർഡിന്റെ പിൻ ഒരിക്കലും ആരോടും പറയരുത്. നിങ്ങളുടെ കാർഡ് ആരുമായും ഷെയർ ചെയ്യരുത്. അഥവാ അബദ്ധത്തിൽ കാർഡ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാൽ ബാങ്കിൽ വിളിച്ച് ഉടൻ തന്നെ നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായി. ഞാൻ എന്റെ പിൻ ആരുമായും ഷെയർ ചെയ്യില്ല. അപ്പോ മീനാജി, ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ? എനിക്കെന്തെങ്കിലും വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ബില്ലിന്റെ കാശ് EMI ആയിട്ട് അടയ്ക്കാൻ പറ്റുമോ? അഥവാ നിങ്ങളുടെ ചിലവ് 2,500 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നിങ്ങൾക്കത് EMI ആയി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതിന് പ്രതിമാസം 1.5% പലിശ വരും. അതും ഒരു പ്രീ ക്ലോഷർ ചാർജുകളും ഇല്ലാതെ. അത് ശരി. ഇത് വളരെ നല്ലതാണല്ലോ. EMIയുടെ ഓപ്ഷനുമുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഓർമ്മിക്കുക, കാർഡ് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഒരിക്കലും അതിന്റെ പൂർണ്ണമായ ലിമിറ്റ് ഉപയോഗിക്കരുത്. ഫോറിൻ ട്രാൻസാക്ഷൻ, മദ്യം, ചൂതുകളി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിക്കുന്നത് അനുവദനീയമല്ല. ഇതൊക്കെ ചെയ്ത് എന്റെ നാശം ഞാൻ സ്വയം വരുത്തി വെക്കില്ലല്ലോ. പക്ഷെ മീനാജി, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഈ PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് ഞങ്ങളെപ്പോലുള്ള തെരുവ് കച്ചവടക്കാർക്ക് വരദാനമാണ്. കച്ചവടം നിൽക്കുകയുമില്ല, വളർച്ചയും കൂടും. തീർച്ചയായും PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് നൽകുന്നു തെരുവ് കച്ചവടക്കാർക്ക് ആത്മനിർഭരതയുടെ ശക്തി. PM സ്വനിധി ക്രെഡിറ്റ് കാർഡ്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങളുടെ സമീപത്തുള്ള കോർപ്പറേഷൻ ഓഫീസിലോ മുനിസിപ്പാലിറ്റിയിലോ മുനിസിപ്പൽ കൗൺസിലിലോ അല്ലെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെടുക. ഇന്ന് തന്നെ PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് എടുക്കൂ. സ്മാർട്ടായി യൂസ് ചെയ്യൂ, സമയത്ത് തിരിച്ചടയ്ക്കൂ, കച്ചവടം വർദ്ധിപ്പിക്കൂ.